നമസ്കാരം. ഈ ദിവസത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. പൊതുജനത്തിന്റെ കൈപൊള്ളിച്ച് രണ്ടാഴ്ചക്കിടെ 4ാം തവണയും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടിയത്. മുതലാളിത്ത സുഹൃത്തുക്കളെ സമ്പന്നരാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന തിരക്കിലാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. അതേസമയം അസംസ്കൃത എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രാജ്യത്തെ എണ്ണ ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില കൂടുന്നതിനാൽ പെട്രോൾ ഡീസൽ വിലയും കൂട്ടേണ്ട സാഹചര്യമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ന്യായീകരണം. എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കൂടുകയാണ്. പെട്രോളിനും ഡീസലിനും 12 ദിവസത്തിനിടെ കൂടിയത് ₹8. ഇന്ന് മാത്രം പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടിയത്. അതിപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യത്തിലല്ലേ, അതിനിപ്പോൾ നമ്മൾ ഒരു സർക്കാരുകളെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പ്രതിസന്ധി തന്നെയാണ്, അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. എന്ത് കാണാൻ ചേട്ടാ, ഇപ്പോൾ പോകുന്ന വഴി ഓടിക്കൊണ്ടിരിക്കണം, അത്രയല്ല. എല്ലാം എന്ത് ചെയ്യാൻ അവിടെ ചെയ്യണ്ടേ? ഇപ്പം ഡീസലിൻ്റെ വില മാറ്റി വരില്ല, മീറ്റർ കൂടെ മാറ്റണം. മിനിമം 50 ആക്കി തരണ്ടേ? ഇപ്പോൾ കയറുന്ന ഒരു സാധാരണക്കാർ കയറുമ്പോഴത്തേ അവർ നമുക്ക് 30 തരുള്ളൂ, മീറ്ററിലുള്ളതല്ലേ തരത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് നേരത്തെ കൂടുതൽ എമൗണ്ടിന് അടിച്ചത് ഇപ്പം കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. ബുദ്ധിമുട്ടായി വരുവാണ്. എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. എല്ലാത്തിനും വില കൂടുമല്ലോ. പണപ്പെരുപ്പം കാരണം ആളുകൾ ദുരിതത്തിലാണെന്നും എന്നാൽ കേന്ദ്രം കൊള്ളയടി നിർത്തുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. മുതലാളിത്ത സുഹൃത്തുക്കളെ സമ്പന്നരാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന തിരക്കിലാണെന്നും കോൺഗ്രസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $98.83 24 ഡൽഹി. ആൾക്കൂട്ട കൊലപാതകത്തിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം. അട്ടപ്പാടി മധു വധക്കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. 1-ാം പ്രതി മെച്ചേരി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. ഡോക്ടർ BR അംബേദ്കർ പറയാൻ ശ്രമിച്ച സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അസമത്വത്തിന്റെ ഉദാഹരണമാണ് അട്ടപ്പാടി മധു വധക്കേസെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. കേസിലാകെ 16 പ്രതികൾ. 2 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടു. 13 പേർക്ക് 7 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന മധുവിന്റെ കുടുംബത്തിന്റെയും സർക്കാരിന്റെയും അപ്പീലിലാണ് 12 പേർക്ക് ജീവപര്യന്തം വിധിച്ചത്. എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സാക്ഷികളുടെ കൂറുമാറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. കേസിൽ നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, SC/ST ആക്ട് വകുപ്പുകൾ നിലനിൽക്കും. എന്നാൽ 1-ാം പ്രതിയെ വെറുതെ വിട്ടത് തിരിച്ചടിയായി. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. ഒപ്പം നിന്നവർക്ക് നന്ദിയെന്ന മധുവിന്റെ കുടുംബം 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. എൻ്റെ മധുവിന് നീതി കിട്ടി എന്നുള്ള ആ രീതിയിലേക്കാണ് ഞാനിപ്പം കടന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണം. 16-ാം പ്രതി മുനീറിന്റെ 3 മാസത്തെ ശിക്ഷ 1 വർഷമാക്കി ഉയർത്തി. 11 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. 2018 ഫെബ്രുവരി 22-നാണ് ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ച് മധുവിനെ തല്ലിക്കൊന്നത്. വിചാരണ കോടതിയിൽ 24 സാക്ഷികൾ കൂറുമാറിയിരുന്നു. പ്രബുദ്ധ കേരളത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം. വിശപ്പായിരുന്നു കൊലപാതകത്തിന്റെ കാരണം. മധുവിന്റെ സഹോദരി പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇനി ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്ക് സർക്കാർ ജോലി. കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡറായാണ് നിയമനം. നിയമന ഉത്തരവ് കൈമാറാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ സർക്കാർ ചുമതലപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടത് ഇന്ന്. പിന്നാലെയാണ് ആശ്വാസമേകുന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.
പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്ന ഉറപ്പ് ലംഘിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അർഹതപ്പെട്ട നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും നൽകുമെന്ന് ഉറപ്പ് നൽകിയതായി ഹർഷിന. നമുക്ക് എവിടെയാണോ നമ്മൾ തൊട്ടടുത്ത് ഏതാണോ നമ്മൾ അടുത്തുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെയാണ്, അവിടെ തന്നെ ജോയിൻ ചെയ്യാവുന്ന രൂപത്തിൽ നമുക്ക് ഓർഡർ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വല്ലാത്തൊരു സമാധാനത്തിലാണ്, എൻ്റെ ഒരു സന്തോഷത്തിലാണ്. നഷ്ടപരിഹാരം നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണോ അത് തീർച്ചയായും നമുക്ക് നൽകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രി. തകർന്നു വീഴാറായ ഹർഷിനയുടെ വീട് നവീകരിക്കാനും സർക്കാർ സഹായം നൽകും. സർക്കാരിനെതിരെ സമരവുമായി തെരുവിൽ കിടന്നപ്പോൾ അവഗണിച്ചു കളിയാക്കി വിട്ടവർക്കുള്ള മറുപടിയാണിതെന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ഹർഷിന പറഞ്ഞു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണം. തുന്നലിട്ട മുറിവിൽ നിന്ന് 2 മാസത്തിനു ശേഷം മരക്കഷണങ്ങൾ കണ്ടെത്തി. ഭരതന്നൂർ കരിങ്കട സ്വദേശി മധുവിനാണ് ദുരനുഭവം. മധുവിന്റെ കുടുംബം നാളെ പരാതി നൽകും. കഴിഞ്ഞ മാർച്ച് 21-നാണ് മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് ഭരതന്നൂർ സ്വദേശി മധുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിച്ചത്. വിശദ പരിശോധനയ്ക്കു ശേഷം എക്സ്റേ എടുത്ത മുറിവ് തുന്നിക്കെട്ടി വീട്ടിലേക്ക് വിട്ടു. 2 മാസത്തിനു ശേഷം മുറിവിൽ നിന്ന് പഴുപ്പ് വന്നതിനെ തുടർന്നാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മുറിവ് ഏകദേശം ഉണങ്ങിയിട്ടും ഈ പഴുപ്പ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഡ്രസ് ചെയ്യുമ്പോൾ ഡ്രസ് ചെയ്ത ഇത് അഴിക്കാൻ നേരത്ത് ഈ പഴുപ്പ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മുറിവിനകത്ത് മരക്കഷ്ണങ്ങൾ ഈ 2 മാസം പുള്ളി ഇത് കൊണ്ട് കിടക്കുമായിരുന്നു. മരക്കഷ്ണങ്ങൾ ഏറെക്കുറെ ഒരു 1.5-2 മണിക്കൂർ ഈ ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ഇതെല്ലാം പുറത്തെടുത്തത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സർജറി ചെയ്തതെന്നാണ് സാർ എന്നോട് പറഞ്ഞത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന മരക്കഷ്ണങ്ങളാണ് മുറിവിൽ നിന്ന് പുറത്തെടുത്തത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. 24 തിരുവനന്തപുരം. +1 അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ. 7 ജില്ലകളിൽ 30%, 2 ജില്ലകളിൽ 20% സീറ്റ് കൂട്ടി. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് 30% മാർജിനിൽ സീറ്റ് വർദ്ധിപ്പിച്ചത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 20% വീതവും സീറ്റ് കൂട്ടി. എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ +1 പ്രവേശന നടപടികൾ ആരംഭിച്ചു. അടുത്ത മാസം 3-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ജൂൺ 8-നാണ് ട്രയൽ അലോട്ട്മെന്റ്. ജൂലൈ 2-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറിനെ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. IT സെക്രട്ടറിയായി മുൻ മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിച്ച രത്തൻ യു കേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം SIR-ലൂടെ UDF-നെ അധികാരത്തിലേറ്റിയത് രത്തൻ യു കേൽക്കർ ആണ് എന്ന CPIM നേതാവ് MV ജയരാജന്റെ വാദത്തോട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നിയമനത്തിൽ വിമർശനങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. UDF-ന് 102 സീറ്റുകൾ വാങ്ങിത്തന്നത് രത്തൻ യു കേൽക്കറാണോ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന് രത്തൻ യു കേൽക്കറിനെതിരെ മുൻപ് ആക്ഷേപമുണ്ടായിരുന്നോ എന്നും മുഖ്യമന്ത്രി. അതേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓഫീസിൽ വെച്ചത്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന നളിനി നെറ്റോ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ജോലി ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമനം ബംഗാളിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണോ എന്നും ചോദ്യം. അതേസമയം മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ വകുപ്പ് സെക്രട്ടറിമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെന്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ച് അതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എന്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം രത്തൻ യു കേൽക്കറിന്റെ നിയമനത്തെ എതിർക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. രത്തൻ യു കേൽക്കറിനെതിരായ ആരോപണം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇന്നും ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് തോറ്റതിലെ നിരാശയാണ് CPIM-നെന്ന് മന്ത്രി K മുരളീധരനും CPIM ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് തോൽവിയിലെ ജാള്യത മറക്കാനെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് MLA-യും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24.
വാർത്താമഴ തുടരുന്നു. മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്ത നടപടിയിൽ വിവാദം തുടരുന്നു. UDF സർക്കാർ ഇരകളെക്കാൾ നിസ്സഹായാവസ്ഥയിലാണോ എന്നാണ് കത്തോലിക്കാ സഭാ മുഖപത്രം ദീപികയുടെ ചോദ്യം. മുനമ്പം ഭൂവിഷയത്തിൽ 10 മിനിറ്റിനകം പരിഹാരമുണ്ടാക്കാതിരിക്കാൻ മുൻ സർക്കാർ പണി തന്നെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നി ആവശ്യപ്പെട്ടു. ഫസ്റ്റ് ഓൺ 24 ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി PV അൻവർ. സർക്കാർ നിയോഗിച്ച SITക്ക് മുൻപാകെ സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം അടങ്ങിയ പെൻഡ്രൈവ് സമർപ്പിച്ചതായും കത്തിൽ സൂചിപ്പിക്കുന്നു. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിപ്പോൾ PV അൻവർ കത്ത് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. എന്താണ് ആവശ്യം? വിവരങ്ങൾ. ഈ സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് PV അൻവർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. നിലമ്പൂർ MLA ആയിരിക്കെയാണ് സുജിത് ദാസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി PV അൻവർ രംഗത്ത് വരുന്നത്. ക്യാമ്പ് ഓഫീസിലുള്ള മരം മുറിച്ച് വിറ്റു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ PV അൻവർ പങ്കുവച്ചത് പിന്നാലെ സുജിത് ദാസ് PV അൻവറിനെ വിളിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി തുടങ്ങിയ ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദരേഖ PV അൻവർ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു അന്വേഷണ സമിതി വകുപ്പ് തല അന്വേഷണം ആരംഭിക്കുകയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ മാസം മെയ് മാസം 1-ാം തീയതിയോട് കൂടിയിട്ട് സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയാണ് ഉണ്ടായത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ്. അതായത് PV അൻവർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. CPIM-നെതിരെ വീണ്ടും വിമർശനവുമായി G സുധാകരൻ MLA. പൈസയുണ്ടാക്കുക, ശാപ്പാടടിക്കുക, രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നതാണ് ഇപ്പോൾ CPIM-ൽ നടക്കുന്നത് എന്നാണ് വിമർശനം. പാർട്ടിയുടെ മുകളിലിരിക്കുന്നവരാണ് പാർട്ടിയെ തകർക്കുന്നത് എന്നും G സുധാകരൻ. അസാമാന്യമായ കഴിവല്ലേ പാർട്ടിയെ തകർക്കാനുള്ള കഴിവ്? ഏത് സ്റ്റേറ്റിലും തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ നോക്കുന്നതാണ് മോഹനം പറയുന്നത്. ജനങ്ങൾ എന്ത് ചെയ്തു? അമ്പലപ്പുഴ എന്നെ ജയിപ്പിച്ചു, ബാക്കി എല്ലാ സ്റ്റേറ്റിലും അവരെ എവിടെ തോറ്റാലും കുഴപ്പമില്ല. ഉത്തരവാദിത്തമില്ല. ഇതൊരു വിപ്ലവം നമ്മൾ പറയുകയാണ്, ഓരോന്ന് പറയുകയാണ്. എതിരാളിയെ കുറ്റം കാണിച്ച് അവരെ കുറ്റം പറയുക. നമ്മുടെ കുറ്റം തിരുത്താതെ എതിരാളിയെ കുറ്റം പറയുന്നതുകൊണ്ടാണ് ഒരു ജനപിന്തുണ കിട്ടാൻ പോകില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിൻ, ഏത് പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും CPIM-നെതിരെ ഇങ്ങനെ ഒരു വിമർശനവുമായി G സുധാകരൻ രംഗത്ത് വന്നത്? അമൃത, CPIM-ൽ നിന്ന് വിട്ടുപോയതിനു ശേഷം സുധാകരൻ പല വേദികളിലും പറഞ്ഞ വിമർശനങ്ങൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. മൂർച്ച അല്പം കൂടിയെങ്കിലേ ഉള്ളൂ. ഇന്നും CPIM-നും CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും വരെ അതിരൂക്ഷ വിമർശനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം നടത്തിയത്. CPIM-ൽ നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആത്മവിമർശനമൊക്കെയുള്ള കാലം പണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ടി എന്ന പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് താൻ പുറത്തേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് കാലത്ത് G സുധാകരനെതിരായ പ്രചരണ യോഗത്തിൽ വന്ന കാര്യത്തെയും ഇന്ന് വിമർശിച്ചിട്ടുണ്ട്. വിജയരാഘവൻ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കൂടുതൽ വോട്ട് കിട്ടി എന്ന പരിഹാസമാണ് അതിലുണ്ടായത്. എന്തായാലും പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരായ G സുധാകരന്റെ പരിഹാസവും ആക്ഷേപവും വിമർശനങ്ങളും എല്ലാം ശക്തമായി തന്നെ തുടരുകയാണ്. അമൃത, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ കക്ഷി ചേരാൻ പരാതിക്കാരും. AD തോമസ് MLA, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ കേസിൽ കക്ഷി ചേരും. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനാണ് കക്ഷി ചേരുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, കേസിലെ 1ഉം 2ഉം പ്രതികളായ ഗൺമാൻമാർ അനിൽകുമാറും സന്ദീപും നാളെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ നാളെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ ഇരകളായ മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൽ കക്ഷി ചേരാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ച അപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകും. കക്ഷി ചേർന്ന മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുക, ഒപ്പം മറ്റ് നടപടികളിലേക്ക് പോവുക എന്നതാണ് ലക്ഷ്യമെന്ന് AD തോമസും അജയും പറയുന്നു. എന്തായാലും നാളെയാണ് നിർണായകമായ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.